ഓം ശാന്തി 12/6/2025. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിൻറ്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾക്കിപ്പോൾ ജ്ഞാനത്തിൻ്റെ ദൃഷ്ടി ലഭിച്ചിരിക്കുകയാണ്. ഇതിനാൽ നിങ്ങളുടെ അലച്ചിൽ തീർന്നിരിക്കുന്നു. നിങ്ങൾ ശാന്തിധാം സുഖധാമത്തെ ഓർമ്മിക്കുന്നു. നമ്മൾ കുട്ടികൾക്കിപ്പോൾ ജ്ഞാനത്തിൻ്റെ ദൃഷ്ടി, അതായത് മൂന്നാമത്തെ നേത്രം ലഭിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ നേത്രമെന്നാൽ അറിവിൻ്റെ നേത്രമാണ്. അതായത് ജ്ഞാനവും ഉപയോഗിച്ച് നടക്കുന്ന സംഭവങ്ങളെ കാണുമ്പോൾ അതിന് പിന്നിലുള്ള നന്മ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഒരു കാറ് ചീത്തയാകുമ്പോൾ നമ്മൾ ബോണറ്റ് പൊക്കി നോക്കിയാൽ നമ്മൾക്ക് എന്ത് സാമഗ്രികൾ കാണാൻ സാധിക്കുന്നുവോ അത് തന്നെയാണ് ഒരു മെക്കാനിക്കും നോക്കുമ്പോൾ കാണുന്നത്. എന്നാൽ ഒരു മെക്കാനിക്ക് നോക്കുമ്പോഴും നാം എന്താണോ കണ്ടത് അത് തന്നെയാണ് അവരും കാണുന്നത്. എന്നാൽ അവർക്ക് വണ്ടിയെക്കുറിച്ചുള്ള അറിവുള്ളതുകൊണ്ട്, ജ്ഞാനമുള്ളതുകൊണ്ട് ആ ജ്ഞാനത്തിൻ്റെ ആധാരത്തിൽ നോക്കുമ്പോൾ എവിടെയാണ് തെറ്റ്, എവിടെയാണ് പ്രശ്നമുള്ളത് എന്നത് മനസ്സിലാക്കി അതിനെ സമാപ്തമാക്കാൻ സാധിക്കുന്നു. ഇതുപോലെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുവോ, എന്ത് കാര്യം നടക്കുന്നുവോ അതിനെയും നാം എത്രത്തോളം ജ്ഞാനത്തിൻ്റെ ദൃഷ്ടിയിലൂടെ കാണുമോ, അതായത് മൂന്നാം നേത്രത്തിലൂടെ കാണുമോ, അത്രയും അതിൽ നന്മ മാത്രമാണ് കാണാൻ സാധിക്കുക. നന്മ കാണാൻ സാധിക്കുന്നതിലൂടെ ബുദ്ധി ഒരിക്കലും അനാവശ്യ ദിശകളിലോ ചോദ്യങ്ങളിലോ അലഞ്ഞു തിരിയില്ല. ഇപ്രകാരം നമ്മൾക്ക് നമ്മുടെ പുരുഷാർത്ഥത്തിൽ മുന്നേറാൻ സാധിക്കും. എല്ലായ്പ്പോഴും ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കാൻ സാധിക്കും. ഇവയാണ് നമ്മുടെ ലക്ഷ്യം. ചോദ്യം: ദേവതകളിൽ ഏത് ശക്തിയാണുള്ളത്? ആ ശക്തി ഏത് വിശേഷത കാരണമാണ്? ഉത്തരം: ദേവതകളിൽ മുഴുവൻ വിശ്വത്തെയും ഭരിക്കുന്നതിനുള്ള ശക്തിയുണ്ട്. ആ ശക്തി വിശേഷിച്ച് ഒരു മതത്തിൻ്റെ വിശേഷത കാരണമാണ്. അവിടെ ഏകമതമായത് കാരണം ഉപദേശകൻ തുടങ്ങിയവരെ വെക്കേണ്ട ആവശ്യമില്ല. ദേവതകൾ സംഗമത്തിൽ ബാബയിൽ നിന്ന് ശ്രീമത്ത് എടുത്തിട്ടുണ്ട്. അതിനാൽ 21 ജന്മം രാജ്യം ഭരിക്കുന്നു. അവിടെ ഒരു രാജാവിൻ്റെ ഒരു ദൈവിക ഫാമിലി ഉണ്ടാകും, മറ്റൊരു മതം ഉണ്ടാകില്ല. മതം എന്നാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. സത്യയുഗത്തിലെ ദേവീദേവതമാരിൽ മുഴുവൻ വിശ്വത്തിനു മേലും രാജ്യം ഭരിക്കുന്നതിനുള്ള ശക്തിയുണ്ട്. മുഴുവൻ വിശ്വം എന്ന് പറയുമ്പോൾ ആ സമയത്തുള്ള എല്ലാ ആത്മാക്കളും പ്രകൃതിയും സമയവും എല്ലാം ഉൾപ്പെടുന്നു. ഇവയെല്ലാം ഭരിക്കുന്നതിനുള്ള ശക്തി ദേവീ ദേവാത്മാക്കളിലുണ്ട്. ഈ ശക്തി എങ്ങനെയാണ് അവർക്ക് ലഭിച്ചത്? അവരുടെ ഏകമതത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഏകമതമെന്നാൽ അവിടെ ആർക്കും രണ്ടാമതൊരു അഭിപ്രായം അല്ലെങ്കിൽ രണ്ടാമതൊരു നിർദ്ദേശം പറയാനില്ല. മഹാരാജ മഹാറാണി എന്തു പറയുന്നുവോ അത് എല്ലാവരും വളരെ സന്തോഷത്തോടെ തന്നെ ഫോളോ ചെയ്യുന്നു. കാരണം രാജാവ് അത്രയും ശ്രേഷ്ഠത നിറഞ്ഞവരാണ്. അവരിൽ എല്ലാ ആത്മാക്കൾക്കും പ്രകൃതിക്കും വിശ്വാസമുണ്ടായിരിക്കും. അത് കാരണം അവിടെ ഉപദേശകരൊന്നും ഉണ്ടായിരിക്കില്ല. ദേവീ ദേവാത്മാക്കൾ സംഗമയുഗത്തിൽ ബ്രാഹ്മണരായിരുന്നപ്പോൾ ബാബയിൽ നിന്ന് ശ്രീമത്ത് എടുത്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോയവരാണ്. അതിനാൽ അവരിൽ 21 ജന്മത്തേക്ക് രാജ്യം ഭരിക്കുന്നതിനുള്ള ശക്തി നിറഞ്ഞിരിക്കുന്നു. അതിനാൽ അവർക്കൊരിക്കലും അവിടെ മറ്റൊരാളിൽ നിന്ന് ഉപദേശമെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അവിടെ രാജാവിന് രാജാവിൻ്റെ ദൈവിക ഫാമിലി ഉണ്ടായിരിക്കും. മറ്റൊരു അഭിപ്രായമോ നിർദ്ദേശമോ ഒരു ദ്വൈതഭാവമോ അവിടെ ഉണ്ടാകുന്നില്ല. ഗീതം: നയനഹീനർക്ക് വഴി കാട്ടൂ പ്രഭു.
ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഈ പരിധിയില്ലാത്ത സർക്കാരിനെ സഹായിക്കുന്നതിന് കുറഞ്ഞത് 8 മണിക്കൂർ ഓർമ്മയിലിരിക്കുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ഓർമ്മയിൽ മായ കൊണ്ടുവരുന്ന വിഘ്നം കണ്ട് പേടിക്കരുത്. 2. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ഈശ്വരീയ സമ്പ്രദായത്തിലേതായി ഈശ്വരൻ്റെ മതമനുസരിച്ച് നടക്കണം. കർമ്മം ചെയ്തുകൊണ്ടും ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കുന്നത് അഭ്യസിക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബയുടെ ഈശ്വരീയ സർക്കാരിനെ അല്ലെങ്കിൽ പരിധിയില്ലാത്ത സർക്കാരിനെ സഹായിക്കുന്നതിന് യോഗബലം ദാനം ചെയ്യണം. യോഗബലത്തിന് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ബാബയെ ഓർമ്മിക്കണം. ഇതിനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ഇത് കർമ്മയോഗവും ഉൾപ്പെടും, അമൃതവേളയിലെ യോഗവും ഉൾപ്പെടും. മറ്റുള്ള എല്ലാ തരത്തിലും നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നത് ഉൾപ്പെടും. കുറഞ്ഞത് 8 മണിക്കൂറത്തെ ഓർമ്മ തീർച്ചയായും ഉണ്ടായിരിക്കണം. അപ്പോഴാണ് വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് സഹായിക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഓർമ്മിക്കുമ്പോൾ മായ പലതരത്തിലുള്ള വിഘ്നം കൊണ്ടുവരും. അതിലൊരിക്കലും നാം പേടിച്ചു പോകരുത്. നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെയുള്ള പല പ്രകാരത്തിലുള്ള ചിന്ത കാണുമ്പോൾ നാം തളരാൻ ചാൻസുണ്ട്. അങ്ങനെ ഒരിക്കലും തളർന്നു പോകരുത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ സംഗമയുഗത്തിൽ നാം ഈശ്വരീയ സമ്പ്രദായത്തിലേതാകുന്നു. ഈശ്വരൻ എന്ത് നിർദ്ദേശം നൽകുന്നുവോ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. എന്ത് കർമ്മം ചെയ്തുകൊണ്ടും ബാബയെ ഓർമ്മിക്കുന്ന കല അഭ്യസിക്കണം. ഇത് അഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ പ്രാക്ടീസിലൂടെ വരുന്നതാണ്. തുടക്കത്തിൽ പലതരത്തിലും മായ നമ്മളിൽ നിന്ന് ബാബയുടെ ഓർമ്മ മാറ്റാൻ നോക്കും. എന്നാൽ നാം ദൃഢതയോടെ ഇത് അഭ്യസിക്കണം. വരദാനം: അന്തർമുഖതയുടെ ഗുഹയിലിരിക്കുന്ന ദേഹത്തിൽ നിന്നും വേറിട്ട ദേഹിയായി ഭവിക്കട്ടെ. പാണ്ഡവരെ ഗുഹകളിൽ കാട്ടുന്നുണ്ട്. ഇത് അന്തർമുഖതയുടെ ഗുഹകളാണ്. എത്ര ദേഹത്തിൽ നിന്ന് വേറിട്ട് ദേഹി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹയിൽ വസിക്കുന്നുവോ അത്രയും ലോകത്തിൻ്റെ വാതാവരണത്തിൽ നിന്ന് ഉപരിയാകുന്നു. വാതാവരണത്തിൻ്റെ പ്രഭാവത്തിൽ വരുന്നില്ല. ഏതുപോലെ ഗുഹയ്ക്കുള്ളിൽ നിൽക്കുന്നതിലൂടെ പുറത്തെ വാതാവരണത്തിൽ നിന്നും ഉപരിയാകുന്നു, ഇതുപോലെ അന്തർമുഖതയുടെ ഗുഹയും എല്ലാത്തിൽ നിന്നും വേറിട്ടും ബാബയുടെ സ്നേഹിയും ആക്കി മാറ്റുന്നു. ആരാണോ ബാബയ്ക്ക് പ്രിയപ്പെട്ടത് അവർ സ്വതവേ എല്ലാത്തിൽ നിന്നും വേറിടുന്നു. ഒരു ഗുഹയിൽ നാം കയറുമ്പോൾ ആ ഗുഹയ്ക്കുള്ളിൽ മറ്റൊരു വാതാവരണമാണ്, പുറമേ കാണുന്ന വാതാവരണമല്ല. ഇതുപോലെ നാം എത്ര അന്തർമുഖിയായിരിക്കുമോ അത്രയും പുറമേ ഉള്ള വാതാവരണത്തിൽ നിന്നും ശക്തിശാലിയായ, പുറമേയുള്ള വാതാവരണത്തിൻ്റെ പ്രഭാവത്തിൽ വരാത്ത വാതാവരണം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുന്നു. ഇതിനെ തന്നെയാണ് പാണ്ഡവർ ഗുഹയിൽ വസിച്ചിരുന്നു എന്ന് കാട്ടുന്നത്. അത് അന്തർമുഖതയുടെ ഗുഹയാണ്. എത്ര നമ്മൾ ഈ ശരീരത്തിൽ നിന്നും വേറിട്ട് ആത്മരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അത്രയും ലോകത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും വാതാവരണത്തിൻ്റെ പ്രഭാവത്തിൽ നിന്നും മാറി നിൽക്കുന്നു. എത്ര നാം മാറി നിൽക്കുന്നുവോ അത്രയും ബാബയ്ക്ക് സ്നേഹിയായി തീരുന്നു. സ്ലോഗൻ: സാധന വിത്താണ്, സാധനം അതിൻ്റെ വിസ്താരമാണ്. വിസ്താരത്തിൽ സാധനയെ ഒളിപ്പിച്ചു കളയരുത്. ഓം ശാന്തി.